സ്വാഭാവികമായിട്ട് സ്വന്തമായിട്ട് ഒരാൾ വീട് പണിയുന്നതും അതേപോലെ തന്നെ നിങ്ങളെപ്പോലത്തെ ഒരു ഫേം, ഒരു കമ്പനി വീട് പണിത് കൊടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു വീട് പണിയണ ഒരാളെ സംബന്ധിച്ച് 3 രീതിയിൽ ആൾക്ക് പണിയാം. ഒന്ന്, ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ സ്വയമേ ക്ലയൻറ്റ് തന്നെ മെറ്റീരിയൽ എടുത്തു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. 2, ഇതിനെ മെറ്റീരിയൽ നമ്മൾ എടുത്തു കൊടുത്തിട്ട് ലേബറിനെ, അതായത് തച്ചിന് ഡെയിലി വേജസിന് നിർത്തിയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് കൊടുക്കാം. 3, ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനീനെ ഏൽപ്പിച്ചിട്ട് കംപ്ലീറ്റ്ലി അവരെ കമ്പനീനെ ഏൽപ്പിച്ചിട്ട് ഡിസൈനിങ് അടക്കം കമ്പനീനെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലാണ് കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു വീടിൻ്റെ വർക്ക് നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഈ ലേബർ കോൺട്രാക്റ്റ് പല ടൈപ്പ് ലേബർ കോൺട്രാക്ട്സ് നമ്മൾ ചെയ്യേണ്ടി വരും. സിവിൽ വർക്കിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, ചിലപ്പോൾ സിവിൽ വർക്കിൽ തന്നെ റബ്ബർ വർക്കിന് ഒരു ലേബർ, ബ്രിക്ക് വർക്കിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, പ്ലാസ്റ്റിക്കിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, ഷട്ടറിങ് ആൻഡ് കോൺക്രീറ്റിന് ഒരു ലേബർ കോൺട്രാക്റ്റ്. അവിടെ തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ലേബർ കോൺട്രാക്ട്സ് അവിടെ വരും. പിന്നെ വരുന്ന ഇലക്ട്രിക്കൽ MEP, ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, പെയിൻറ്റിങ്ങിന് ഒരു കോൺട്രാക്ടർ, ടൈലിങ്ങിന് ഒരു കോൺട്രാക്ടർ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ഉണ്ടെങ്കിൽ അതിനൊരു കോൺട്രാക്ടർ, ഫാബ്രിക്കേറ്റേഴ്സ്, പിന്നെ വുഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് വുഡും 2 രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ റെഡിമെയ്ഡ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മരം എടുത്ത് അർപ്പിച്ച് സീസൺ ചെയ്ത മരം ഒക്കെ ചെക്ക് ചെയ്ത് അർപ്പിച്ച് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോൺട്രാക്ടേഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അതിൽ വരും.